ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ മോദിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ മോദി നേരിട്ട് വിളിക്കുകയും വെറുതെ വിളിച്ചിട്ട് വയ്ക്കുന്നതല്ല, അവിടെ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ആ 45 മിനിറ്റിലധികം സംസാരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. തീർച്ചയായിട്ടും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ഒരു ശുഭ പ്രതീക്ഷ നൽകുകയാണ്. ലോകം വാസ്തവത്തിൽ ഒരു യുദ്ധഭീതിയിലാണ്. ഈ പശ്ചിമേഷ്യയിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം നിസ്സാരമല്ല. ഇപ്പോൾ ഇത് ഇസ്രായേലിനൊപ്പം അമേരിക്കയും ചേർന്നിരിക്കുന്നു. അപ്പോൾ ലോകത്തെ രണ്ട് ചേരിയിലായിട്ട് ലോകരാഷ്ട്രങ്ങളെ അണിനിരത്താൻ പര്യാപ്തമായ ഒരു സംഘർഷമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. ഞാനത് ഇപ്പോൾ യുദ്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. തുറന്ന ഒരു യുദ്ധത്തിലേക്ക് അത് എത്തിയിട്ടില്ല. എന്നാൽ യുദ്ധസമാനമായ സാഹചര്യം അവിടെ തുടരുകയാണ്. സംഘർഷം നടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ഒരു വലിയ യുദ്ധത്തിലേക്ക് അത് പോയിട്ടില്ല. ഇപ്പോഴും അതിനെ നിയന്ത്രിക്കാം, അതിനെ സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തിക്കാൻ ഇപ്പോഴും അവസരങ്ങൾ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ലോകമെങ്ങുമുള്ള നയതന്ത്ര വിദഗ്ധർ ഇതേക്കുറിച്ച് വിലയിരുത്തുന്നത്. കാരണം ലോകരാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇസ്രയേലുമായും ഇറാനുമായി ഇത്ര അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന മറ്റൊരു രാജ്യമില്ല. ഇപ്പോൾ അമേരിക്ക ആയാലും എല്ലാ കാലത്തും ഇറാൻ എതിരായിരുന്നു. ഈ റഷ്യ നോക്കുകയാണെങ്കിൽ ഇസ്രയേലുമായി അങ്ങനെ നല്ല ബന്ധമില്ല. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളുമായി ഒരേ തരത്തിൽ ബന്ധം സൂക്ഷിക്കുന്നത് ഇന്ത്യയാണല്ലേ. അത് ഇന്ത്യ തന്നെ തിരിച്ചറിഞ്ഞു, അത് നരേന്ദ്രമോദി തന്നെ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ ഇറാനുമായിട്ട് വലിയ വ്യാപാര ബന്ധമുണ്ട്. ഇറാനിലൊരു വലിയ തുറമുഖം ഇന്ത്യ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അദാനിയാണ് അതിൻ്റെ നിർമ്മാണ ചുമതല. ഏതാണ്ട് സഹസ്ര കോടികൾ അതിനുവേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. ചബഹർ തുറമുഖം, നമ്മളത് തുറമുഖം നിർമ്മിച്ച് അത് പ്രവർത്തിപ്പിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കി അത് പിന്നീട് ഇറാന് കൈമാറും. അങ്ങനെ ഒരു കരാറാണ് അതിനകത്തുള്ളത്. അതേസമയം ഇസ്രയേലുമായിട്ട് തന്ത്രപ്രധാനമായ ബന്ധമാണ് ഇന്ത്യക്കുള്ളത്. തന്ത്രപ്രധാനമായ നിരവധി ഇടപെടലുകൾ ഇന്ത്യയും ഇസ്രയേലും നടത്തുന്നു. സാങ്കേതിക വിദ്യ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഇന്ത്യ ഏത് ആപത്ഘട്ടത്തിലും ഇന്ത്യ വിളിക്കുന്നതിന് മുമ്പേ അറിഞ്ഞ് സഹായിക്കാൻ ഓടിയെത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രയേൽ. അങ്ങനെ ഈ രണ്ട് കൂട്ടരോടും, ഇറാനോടും ഇസ്രയേലിനോടും ഒരുപോലെ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രം ലോകത്തിൽ. അതോടൊപ്പം തന്നെ ഈ ഹമാസുമായി ബന്ധപ്പെട്ട്, ഗാസയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വലിയ പരിഗണന കൊടുക്കുന്നത് നാം കണ്ടിട്ടില്ല. പക്ഷേ ഇറാൻ കൃത്യമായ പരിഗണന ഇന്ത്യ നൽകുന്നു. അതെന്തുകൊണ്ടായിരിക്കും? ഈ വ്യവസായവുമായി ബന്ധപ്പെട്ട് ഹമാസ് എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്. ഇറാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രമാണ്. അവിടെ നിലവിലത്തെ ഭരണകൂടം ഒരു മതപൗരോഹിത്യ ഭരണകൂടമാണ്. അവർ ഭീകരന്മാരെ സഹായിക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് അതിനൊരു തനിമയുണ്ട്. ആ തനിമയ്ക്ക് വലിയ പാരമ്പര്യമുണ്ട്. നിസ്സാര ഒരു 100, 200, 500, 1000 വർഷത്തെ പഴക്കമല്ല ഇറാനുള്ളത്. ആ സഹസ്രാബ്ദങ്ങളുടെ പഴക്കം ഇറാനുമുണ്ട്. ഈ പേർഷ്യൻ സംസ്കാരം ഒരു കാലത്ത് നമുക്കറിയാം, മൊസപ്പൊട്ടേമിയൻ സംസ്കാരം പോലെ, ഗ്രീക്ക് സംസ്കാരം പോലെ വലിയ പ്രാധാന്യം അർഹിച്ചിരുന്ന അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തൻ്റേതായ ഒരു ഇടം സ്ഥാപിച്ചിരുന്ന, ചരിത്രത്തിൽ ഇടം നേടിയിരുന്ന ഒരു സംസ്കാരമാണ് പേർഷ്യൻ സംസ്കാരം. ആ പേർഷ്യ എന്ന് പറയുന്ന പഴയ പേർഷ്യയാണ് ഇന്നത്തെ ഇറാൻ. അതുകൊണ്ട് തന്നെ ഈ പേർഷ്യയുമായിട്ട് ഇന്ത്യക്ക് എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് കച്ചവട ബന്ധമുണ്ട്. പേർഷ്യയിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കൃത്യമായിട്ടൊരു കപ്പൽ ഗതാഗത ചാല് തന്നെ പേർഷ്യയും ഇന്ത്യയുമായിട്ടുണ്ടായിരുന്നു പ്രാചീന കാലത്ത് എന്ന് വളരെ വ്യക്തമാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഇടപെടുകയും ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ മസൂദുമായിട്ട് 45 മിനിറ്റിൽ അധികം ഫോണിലൂടെ സംസാരിച്ചു എന്നാണ് പറഞ്ഞത്. അദ്ദേഹം ആശങ്ക പങ്കുവച്ചു. അവിടുത്തെ ഈ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരണം, അവിടെ ശാന്തി പുലരണം, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അമേരിക്കയും കൂടി ഈ ആക്രമണം നടത്തുകയും ഈ B-2 ബോംബറുകൾ ഉപയോഗിച്ച് അവരുടെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു. യുറേനിയം സമ്പുഷ്ടീകരണം സമ്പൂർണ്ണമായിട്ടും നിലച്ചു. അത് അമേരിക്കയും ഇസ്രയേലും സ്ഥിരീകരിക്കുന്നുണ്ട്. ഇറാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പക്ഷേ ഇറാൻ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുന്നില്ല, പക്ഷേ ഞങ്ങൾ ഈ ആണവ ഊർജം, സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവ ഊർജം ഞങ്ങൾ ഉപയോഗിക്കും, അത് ഞങ്ങളുടെ അവകാശമാണ് എന്നവർ നിരന്തരം പറയുന്നുണ്ട്. നമുക്കറിയാം, നേരത്തെ അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറിൽ ഏർപ്പെട്ടിരുന്നതാണ്.
ഇത് 2018 അമേരിക്ക ഏകപക്ഷീയമായിട്ട് അതിൽ നിന്ന് പിന്മാറി. ആ പിന്മാറിയതിന് കാരണം ഇറാൻ ആ കരാറിൽ ചില ലംഘനങ്ങൾ വരുത്തി എന്നുള്ളതാണ് അമേരിക്ക ആരോപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക 2018 കരാറിൽ നിന്ന് പിന്മാറി. പക്ഷേ 2010 ഇന്ത്യയും നരേന്ദ്രമോദിയും ഇടപെടുമ്പോൾ തന്നെ ആ രണ്ട് രാജ്യങ്ങളും ഒരു സമാധാന കരാറിലേക്ക് എത്തുമോ, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തുമോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ വെടിനിർത്തൽ സീസ് ഫയർ സംഭവിക്കും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം ഇടപെട്ടിരിക്കുന്നത് മോദിയാണ്. മോദി പറഞ്ഞാൽ അനുസരിക്കാൻ അല്ലെങ്കിൽ അത് ചെവിക്കൊള്ളാതിരിക്കാൻ ഇറാന് കഴിയില്ല. അല്ല, അങ്ങനെ പറയുമ്പോഴും അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, അതിന് തിരിച്ചടി നൽകുമെന്ന വാർത്തകളും വരുന്നുണ്ടല്ലോ. അല്ല, അതൊക്കെ ഈ ഇറാൻ ഇപ്പോൾ തിരിച്ചടിക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലാണോ? അതിനുള്ള കരുത്ത് ഇറാൻ ഉണ്ടോ? നോക്കൂ, ആദ്യം ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് ഇറാനെ ആക്രമിക്കുന്നു. അവരുടെ ചില ആണവ കേന്ദ്രങ്ങളെ തകർക്കുന്നു, മിസൈൽ കേന്ദ്രങ്ങളെ തകർക്കുന്നു. ഇറാൻ്റെ മിസൈൽ ശേഖരണത്തിലെ 1/3 ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇറാൻ നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞു. പിന്നീട് ഇറാൻ ഇസ്രായേലിലേക്ക് അയക്കുന്ന മിസൈലുകളെല്ലാം ഈ ജോർദാൻ അതിർത്തിയിൽ, ജോർദാൻ്റെ വ്യോമ പാതയിൽ വെച്ച് തന്നെ അതിനെ നശിപ്പിച്ച് കളയുകയാണ്. ജോർദാനാണത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക് വേണ്ടി? ഇസ്രായേലിന് വേണ്ടി. നോക്കൂ, ഇവർ ഈ പറയുന്ന ഇറാൻ മുന്നോട്ട് വെക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ, ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രം തുർക്കി അല്ലാതെ ഇറാനെ പിന്തുണച്ച് വന്നു. പാകിസ്ഥാൻ പോലും പിന്തുണച്ച് വന്നിട്ട് പിന്നീട് പിന്മാറുന്ന കാഴ്ചയല്ലേ കണ്ടത്? അമേരിക്ക അവിടുന്ന് കണ്ണുരുട്ടിയപ്പം അസീം മുനീർ നിക്കറിക്കൂടെ മുള്ളിയ കാഴ്ചയല്ലേ ലോകം കണ്ടത്? എന്നിട്ട് ഇപ്പോൾ വലിയ വായിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ അപലപിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫും സൈനിക മേധാവി അസീം മുനീറും ചെയ്തത്. ഈ അവസരത്തിലൊന്നും ഇന്ത്യ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഇറാന് ഇന്ത്യയെക്കുറിച്ച് വിശ്വാസമുണ്ട്, നരേന്ദ്രമോദിയെ വിശ്വാസമുണ്ട്. ഇപ്പോഴിതാ റഷ്യ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താ, ഞങ്ങൾ ഇറാൻ ഉറച്ച പിന്തുണ കൊടുക്കുന്നു. റഷ്യയുടെ മുൻ ഭരണാധികാരി പറയുന്നു ആണവ പോർമുന ഇറാന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ വലിയ സംഘർഷത്തിലേക്ക് പോകാനാണ് ഇതൊക്കെ വഴിതെളിക്കുന്നത്. മറിച്ച് ഇന്ത്യ വളരെ കൃത്യമായിട്ട് നമ്മുടെ ആശങ്ക പങ്കുവച്ചു. അതിനകത്ത് ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടു. ഇറാൻ അത് അംഗീകരിച്ചു. ഇറാൻ്റെ പ്രസിഡന്റ് നരേന്ദ്രമോദിയോട് തീർച്ചയായിട്ടും ഇത് അങ്ങയുടെ പിന്തുണയും സഹായവും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കിതൊക്കെ സാധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും ഇപ്പോൾ ഇന്ത്യ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ ഇസ്രായേൽ വഴങ്ങും. പകരം ഇസ്രായേലുമായിട്ട് ഇറാൻ ആണവ കരാറിൽ ഏർപ്പെടണമെന്നുള്ളതാണ്. ഈ ആണവ സാങ്കേതിക വിദ്യ, ആണവ ശക്തി, ആണവ ഊർജം ഒക്കെ സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നൊരു നിലപാടിലേക്ക് ഇറാനെ കൊണ്ടെത്തിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന് ഇന്ത്യയെപ്പോലെ കരുത്തുള്ള ഒരു സഹായി ആവശ്യമാണ്, ഒരു സുഹൃത്ത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ ആ കാര്യത്തിൽ വിട്ടുവീഴ്ച താൽക്കാലികമായിട്ടെങ്കിലും കുറച്ച് നാളത്തേക്കെങ്കിലും ആ വിട്ടുവീഴ്ച അവർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഈ പറഞ്ഞതുപോലെ മോദി അതിനുശേഷം എക്സിൽ കുറിച്ചു, വലിയ ആശങ്കയുണ്ട്, പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവർ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊക്കെ എക്സിൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഇവിടെ ഈ അമേരിക്കയുടെ ഇടപെടലാണ് ഇവിടെ ഒരു വെല്ലുവിളിയായിരിക്കുന്നത്. ഈ ട്രംപാണ് അപ്പുറത്തുള്ളത്. ട്രംപിനെ സംബന്ധിച്ച് വെകിളി പിടിച്ച ഒരു സ്വഭാവമാണ്. ട്രംപ് ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ ഇടപെടലും ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും കിട്ടുന്ന ഒരു മേൽക്കൈയും ഒന്നും ട്രംപ് അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ട്രംപിന് അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്ക് സാധിക്കും. ഇസ്രായേലിനെ ഒരു വഴിക്ക് കൊണ്ടുവരികയും ഇറാനെ വിട്ടുവീഴ്ചയുള്ള ഈ ആണവ കരാറിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഏർപ്പെടാൻ സമ്മർദ്ദം ചെലുത്തുകയും ഇന്ത്യ ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.